ഡയറക്ടർ ശ്രീ അരുൺ പ്രസാദാണ് MSB ബാൻഡ് ടീമിനെ നയിക്കുന്നത്. കദം കദം ബഡായ ജാ, സാരേ ജഹാ സേ അച്ഛ, കേരള, ഭാരത് കി ജവാൻ എന്നീ മാർച്ചുകളുടെ അകമ്പടിയോടെ ക്വിക്ക് മാർച്ചിലും ശിവരാജ എന്ന ഈണത്തിലൂടെ സ്ലോ മാർച്ചിലും സേനാംഗങ്ങൾ പരേഡിൽ മാർച്ച് ചെയ്യുന്നു. കേരള പോലീസിലെ സീനിയർ ബ്രാസ് ബാൻഡ് വിഭാഗമാണ് MSB ബാൻഡ് വിംഗ്. ഇപ്പോൾ പരേഡ് കമാൻഡറുടെയും പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡറിന്റെയും നേതൃത്വത്തിൽ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് ആദ്യം സ്ലോ മാർച്ചിലും പിന്നീട് ക്വിക്ക് മാർച്ചിലും മാർച്ച് ചെയ്യുന്നു. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിനെ നയിക്കുന്നത് പരേഡ് കമാൻഡറായ മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ RTPC 7 ശ്രീ മനു കൃഷ്ണ ആണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ കുന്താളി പഞ്ചായത്തിൽ തറവട്ടത്ത് വീട്ടിൽ ശ്രീ രാധാകൃഷ്ണൻ A, ശ്രീമതി സുമതി ദമ്പതികളുടെ മകനായ ശ്രീ മനു കൃഷ്ണ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയാണ്. പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി KB 1-ാം ബറ്റാലിയനിലെ RTPC 3986 ശ്രീ അർജുൻ പാൽ അണിനിരക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് അരൂപുറ്റി പഞ്ചായത്തിൽ ഇന്ദ്രപ്രസ്ഥ വീട്ടിൽ ബാലചന്ദ്രൻ നായരുടെയും ശ്രീമതി ശൈലജയുടെയും മകനാണ് അർജുൻ പാൽ. ഒന്നാമതായി അണിനിരക്കുന്ന കണ്ടിജന്റുകളെ നയിക്കുന്നത് RTPC 3 അഖിൽ പി, RTPC 98 വിഷ്ണു വത്സൻ M, RTPC 115 അഖിൽ വി. തൊട്ടുപുറകിലായി രണ്ടാമതായി അണിനിരക്കുന്ന കണ്ടിജന്റിനെ നയിക്കുന്നു RTPC 36 അക്ഷയ് EV, RTPC 165 ശ്യാം MB, RTPC 32 പ്രണവ് NS. മൂന്നാമതായി അണിനിരക്കുന്ന പട്ടോണിനെ നയിക്കുന്നത് RTPC 237 അമൽ B, RTPC 307 അജ്മൽ സജ്ജാദ് M, RTPC 154 ആദർശ് A.
നാലാമത് പ്ലറ്റൂണിനെ നയിക്കുന്നു RTPC 3993 അമൽ കൃഷ്ണ VS, RTPC 3854 ദേവനാരായണൻ പ്രഭു S, RTPC 3924 രാകേഷ് കൃഷ്ണ. അഞ്ചാമത് പ്ലറ്റൂണിനെ നയിക്കുന്നു RTPC 3949 സച്ചിൻ S ഗാദർ, RTPC 20 ആദർശ് കൃഷ്ണ PP, RTPC 4011 അഭിജിത്ത് വിജയ്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന അഞ്ചാമത്തെ കണ്ടിജന്റിനെ നയിക്കുന്നത് RTPC 3949 സച്ചിൻ S ഗംഗാധർ, RTPC 20 ആദർശ് കൃഷ്ണ PP, RTPC 4011 അഭിജിത്ത് വിജയൻ. തൊട്ടുപിറകിലായി വരുന്ന ആറാമത് കണ്ടിജന്റിനെ നയിക്കുന്നത് RTPC 3977 അബീബ് സുരേന്ദ്രൻ, RTPC 3898 അഷ്കർ മോൻ അബു.
Prize winners MSB. Best shooter MSB Battalion RTPC 72 ശ്രീ അനിൽ കുമാർ. പരിശീലന കാലയളവിലെ ഫയറിംഗ് ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് MSB ബറ്റാലിയനിലെ ബെസ്റ്റ് ഷൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനിൽകുമാർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ പഞ്ചായത്തിലെ വർലോട്ടുമൽ വീട്ടിൽ ശ്രീ രാജൻ ടി വി ശ്രീമതി ശാരദ ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം കൊമേഴ്സ് ബിരുദധാരിയാണ്. ബെസ്റ്റ് ഷൂട്ടർ MSB RTPC 72 ശ്രീ അനിൽ കുമാർ. Best Indoor MSP RTPC 16 ശ്രീ അഭിനന്ദ് SD. വിവിധ വിഷയങ്ങളിലായി നടന്ന ഇൻഡോർ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി MSP ബറ്റാലിയനിലെ ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അഭിനന്ദ് SD കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ ഉള്ളിയേരി പഞ്ചായത്തിലെ കക്കാട്മീത്തൽ വീട്ടിൽ ശ്രീ ദിനേശൻ KM ശ്രീമതി ഷേർലി CK ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം BSc ഫിസിക്സിൽ ബിരുദധാരിയാണ്. ബെസ്റ്റ് ഇൻഡോർ MSP RTPC 16 ശ്രീ അഭിനന്ദ് SD. ബെസ്റ്റ് ഔട്ട്ഡോർ മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ RTPC 36 ശ്രീ അക്ഷയ് EV. കായിക പരിശീലനത്തിലും പരേഡ് ടെസ്റ്റുകളിലും മറ്റ് ഔട്ട്ഡോർ വിഷയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് MSB ബറ്റാലിയനിലെ ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അക്ഷയ് EV കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ തുറയൂർ പഞ്ചായത്തിലെ എടവത്ത് വീട്ടിൽ ശ്രീ വിനോദൻ ശ്രീമതി ഗീത ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം BSc കെമിസ്ട്രി ബിരുദധാരിയാണ്. ബെസ്റ്റ് ഔട്ട്ഡോർ MSB RTPC 36 ശ്രീ അക്ഷയ് EV. All-rounder MSP RTPC 7 ശ്രീ മനു കൃഷ്ണ TV. പരിശീലന കാലയളവിലുടനീളം സർവ്വതല മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് MSB ബറ്റാലിയന്റെ ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മനു കൃഷ്ണ TV കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ കൂത്താളി പഞ്ചായത്തിലെ തറവട്ടത്ത് വീട്ടിൽ ശ്രീ രാധാകൃഷ്ണൻ ശ്രീമതി സുമതി ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം BSc മാത്തമാറ്റിക്സ് ബിരുദധാരിയാണ്. ഓൾറൗണ്ടർ MSP RTPC 7 ശ്രീ മനു കൃഷ്ണ TV. ബെസ്റ്റ് ഷൂട്ടർ KB ഫസ്റ്റ് ബറ്റാലിയൻ RTPC 3994 ശ്രീ മുഹമ്മദ് ഹാഷിർ S. പരിശീലന കാലയളവിലെ ഫയറിംഗ് ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് KB 1 ബറ്റാലിയനിലെ ബെസ്റ്റ് ഷൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മുഹമ്മദ് ഹാഷിർ S കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി വില്ലേജിലെ ചക്കാലയിൽ വീട്ടിൽ ശ്രീ ഷാജഹാൻ ശ്രീമതി സീനത്ത് ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം കൊമേഴ്സ് ബിരുദധാരിയാണ്. ബെസ്റ്റ് ഷൂട്ടർ KB ഫസ്റ്റ് RTPC 3994 ശ്രീ മുഹമ്മദ് ഹാഷിർ S. Best Indoor KAP First
RTPC 3943 ശ്രീ അനന്തു M. വിവിധ വിഷയങ്ങളിലായി നടന്ന ഇൻഡോർ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി KAP 1ാം ബറ്റാലിയനിലെ ബെസ്റ്റ് ഇൻഡോറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനന്തു M. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിൽ ആഞ്ഞിലിമറയിൽ വീട്ടിൽ മഹീധരന്റെയും ഷേർലിയുടെയും മകനാണ്. ഇദ്ദേഹം BTech ബിരുദധാരിയാണ്. ബെസ്റ്റ് ഇൻഡോർ KAP ഫസ്റ്റ് RTPC 3943 ശ്രീ അനന്തു M. ബെസ്റ്റ് ഔട്ട്ഡോർ KAP ഫസ്റ്റ് ബറ്റാലിയൻ RTPC 3986 അർജുൻ പാൽ. കായിക പരിശീലനത്തിലും പരേഡ് ടെസ്റ്റുകളിലും മറ്റ് ഔട്ട്ഡോർ വിഷയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് KAP 1ാം ബറ്റാലിയനിലെ ബെസ്റ്റ് ഔട്ട്ഡോർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അർജുൻ പാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അരൂക്കുറ്റി പഞ്ചായത്തിൽ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ KP ബാലചന്ദ്രൻ നായരുടെയും ശൈലജയുടെയും മകനാണ്. ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് കൂടിയായ അർജുൻ പാൽ എൻവയോൺമെന്റൽ സയൻസിൽ ബിരുദധാരിയാണ്. ബെസ്റ്റ് ഔട്ട്ഡോർ KAP ഫസ്റ്റ് ബറ്റാലിയൻ RTPC 3986 അർജുൻ പാൽ. ഓൾറൗണ്ടർ KAP ഫസ്റ്റ് RTPC 3889 ശ്രീ അമൃത് MA. പരിശീലന കാലയളവിലുടനീളം സർവ്വതല മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് KAP 1ാം ബറ്റാലിയന്റെ ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അമൃത് MA കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ TV പുരം വില്ലേജിൽ മറ്റത്തിൽ വീട്ടിൽ ശ്രീ അശോകൻ ശ്രീമതി അംബിക ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയാണ്. ഓൾറൗണ്ടർ KAP ഫസ്റ്റ് RTPC 3889 ശ്രീ അമൃത് MA. Prize distribution is over. Vice winners, please on your baton. Parade will be long from the winners in position in flow. Time. ഇപ്പോൾ പിരിയാം നമുക്ക് വീണ്ടും ഒന്നിക്കാം എന്ന വാക്കുകൾ അർത്ഥമാക്കുന്ന സ്കോട്ടിഷ് പോയറ്റ് റോബർട്ട് ബേൺസ് എഴുതി ചിട്ടപ്പെടുത്തിയ വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും അറ്റ് ലോങ് സൈൻ എന്ന സംഗീതം വായിക്കുമ്പോൾ സേനാംഗങ്ങൾ പരേഡ് മൈതാനിയിൽ നിന്നും ജനഹൃദയത്തിലേക്ക് ചുവടുവെക്കുന്നു. നമുക്ക് അവർക്കായി ആശീർവാദങ്ങളേകാം. കേരള സംസ്ഥാന പോലീസ് സേനയിൽ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പുതിയ ഗാഥകൾ രചിക്കാൻ 9 മാസത്തെ സ്വയം സമർപ്പിത പരിശീലനത്തിൽ നിന്നും ആർജിച്ചെടുത്ത കായിക ബലവും മനോബലവും കൈമുതലാക്കി പൊതുസമൂഹത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഇവർ.
ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ ത്രിവർണ പതാകയെ സാക്ഷിയാക്കി നെഞ്ചിലേറ്റിയ പ്രതിജ്ഞ സേവന കാലഘട്ടത്തിലുടനീളം അക്ഷരം പ്രതി പാലിക്കുമെന്ന ശങ്കുലിയാണ് അളന്നു മുറിച്ച് ഈ ചുവടുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അനീതികൾക്കും അധർമ്മത്തിനുമെതിരെ സന്ധികളില്ലാത്ത പോരാട്ടമാണ് ഇനി ഇവരുടെ ജീവിത ലക്ഷ്യം. രണ്ടായിരത്തി 2023 സ്വാതന്ത്ര്യദിന പെറ്റെന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആരംഭിച്ച പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച് നീണ്ട 9 മാസങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയായ കേരള പോലീസിന്റെ പുതിയ മുഖങ്ങളാകുവാൻ അഭിമാനപൂർവ്വം ഇവർ ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് ചുവടുവച്ചിറങ്ങുന്നു. കഠിന പരിശീലനങ്ങളും പരീക്ഷകളും ജയിച്ച് കാലത്തിന്റെ കരുത്തുള്ള കോട്ടവാതിൽ കടന്ന് ഇടറാത്ത ചുവടുകളും കരുത്തും കരുളുറപ്പുമായി അഭിമാനത്തോടെ അവർ അണിനിരക്കുന്നു. കവാടം തുറന്നു വരുന്ന കരുത്തിന്റെ നിറവസന്തത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. പല പല വീടുകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന തികച്ചും വ്യത്യസ്തരായ വ്യക്തികൾ ഇന്ന് ഹൃദയമിടിപ്പിന്റെ താളം പോലും അത്രമേൽ ഒരുമയോടെ ചേർത്ത് വയ്ക്കുന്ന പടയാളികളായി പരിണമിച്ചത് കുറുക്കുവഴികളിലൂടെയോ എളുപ്പമാർഗങ്ങളിലൂടെയോ അല്ല. സൂര്യോദയത്തിനൊപ്പം ഉണർന്ന് സൂര്യാസ്തമയം വരെ ഒറ്റ മനസ്സായി പഠനവും പരിശീലനവും സ്വായത്തമാക്കിയവരാണ് ഇവർ. ഒരേ വേഗത്തിൽ ഓടിയും ഒരേ താളത്തിൽ നടന്നും ഒരുമിച്ചു മാത്രം ഉണ്ടും ഉറങ്ങിയും 9 മാസം ഒരേ സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് തുഴഞ്ഞവരാണിവർ. പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായി 9 മാസത്തിനിടയിലെ പരിശീലനവും കൃത്യമായ ഇടവേളകളിലെ പരീക്ഷകളും ആയുധ പരിശീലനവും വിജയിച്ചാണ് ഒരു പോലീസുകാരൻ സൃഷ്ടിക്കപ്പെടുന്നത്. കർമ്മപഥങ്ങളിലെ കല്ലും മുള്ളും തിരിച്ചടികളും നേരിടാൻ പരിശീലന കാലയളവിൽ സ്വായത്തമാക്കിയ അറിവും അടവുമെല്ലാം നിങ്ങൾക്ക് ആയുധമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അഭിമാനമാണിവർ. അറിവ് പകർന്നു നൽകിയ ഗുരുനാഥന്മാർക്ക് മുൻപിൽ, കൈപിടിച്ച് നടത്തം പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് മുൻപിൽ, കുതിപ്പിനും കിതപ്പിനും സാക്ഷ്യം വഹിച്ച സമൂഹത്തിനു മുൻപിൽ തലയുയർത്തി നെഞ്ചുവിരിച്ച് മനസ്സിലും ശരീരത്തിലും നന്മയുടെ കാക്കിയണിഞ്ഞ് രാഷ്ട്ര സേവനത്തിന്റെ പ്രതിജ്ഞ ചൊല്ലി സേവനവീഥിയിലേക്ക് ഇറങ്ങുന്ന നവകേരളത്തിന്റെ യുവ പോലീസ് മുഖങ്ങളായി ഇനി ഇവർ ജനപഥങ്ങളിലേക്ക് ഇറങ്ങുന്നു. പുതിയ കാലത്തിന്റെ പോലീസിംഗ് രീതികൾ ഹൃദിസ്ഥമാക്കി അചഞ്ചലമായ മനുഷ്യസ്നേഹവും സൗഹൃദവും സാഹോദര്യവും കൈമുതലാക്കി അടിയുറച്ച രാഷ്ട്രസ്നേഹം ഉയർത്തിപ്പിടിച്ച് കേരള പോലീസിന്റെ അഭിമാനമാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പാസിംഗ് ഔട്ട് പരേഡ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയന്റെ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ജനങ്ങൾക്കും മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയന്റെ പേരിൽ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. കഠിന പരിശീലനത്തിന്റെ 210 പ്രവൃത്തി ദിനങ്ങൾ വരിയും നിരയും തെറ്റാതെ ഇടംബലം മാറി മാറി ചുവടുറപ്പിച്ച് നടന്നു തീർത്ത പകലുകൾ, ചുട്ടുപൊള്ളുന്ന വെയിലിൽ മകരമഞ്ഞിന്റെ തണുപ്പിൽ ആർത്തു പെയ്യുന്ന മഴയിൽ വാടി വീഴാതെ വീണു പോവാതെ മനസ്സിനെയും ശരീരത്തെയും ബോധത്തെയും കടഞ്ഞെടുത്ത് സ്ഫുടം ചെയ്തെടുത്ത് കർമ്മവീഥിയിലേക്ക് ഇറങ്ങുന്ന ഈ നീതിയുടെ കാവൽപ്പടന്മാർ കേരള പോലീസിന്റെ നവകേരളത്തിലെ പുതിയ പോലീസിംഗിന്റെ പുതിയ പ്രതീക്ഷകളാണ്. ഇവരെ ആശീർവദിക്കുക.